കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ 35ലധികം ഇൻഷുറേഴ്സിൽ നിന്നുള്ള 200ലധികം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അനലൈസ് ചെയ്തിട്ടുണ്ട്. 1000ലധികം റിയൽ ക്ലെയിംസ് ഹാൻഡിൽ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഡിസിഷൻ എടുക്കാൻ ഞങ്ങൾ ഗൈഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ 200 പോളിസികളിൽ ഏകദേശം 50 പോളിസികൾ മാത്രമാണ് ഞങ്ങളുടെ ബെഞ്ച് മാർക്ക് പാസ് ചെയ്തിട്ടുള്ളത്. അതായത് സ്ട്രോങ് കവറേജ്, നല്ല ക്ലെയിംസ് എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലാൻസ് വളരെ കുറവാണ്. ഇന്ന് ഈ ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് 2026 ഇന്ത്യയിലെ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഞങ്ങൾ റാങ്ക് ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രിയിലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കോറിംഗ് രീതി യൂസ് ചെയ്താണ് ഞങ്ങൾ ഈ റാങ്കിങ് തയ്യാറാക്കിയിരിക്കുന്നത്. സോ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യുമ്പോൾ ഓരോ ആളുകളും നിങ്ങളോട് പല പല പോളിസികൾ റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, അതല്ലെങ്കിൽ പോളിസി ഡോക്യുമെന്റ് വായിച്ചിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ, അതുമല്ല ക്ലെയിം സമയത്ത് മാത്രമാണ് പോളിസിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഡോൺ, വെൽക്കം ടു ഡിറ്റോ ഇൻഷുറൻസ്. IRDAI സർട്ടിഫൈഡ് അഡ്വൈസേഴ്സ് വഴി 10 ലക്ഷത്തിലധികം ഇന്ത്യൻസിനെ സ്മാർട്ട് ഇൻഷുറൻസ് ഡിസിഷൻ എടുക്കാൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഓണസ്റ്റ് ഇൻഷുറൻസ് അഡ്വൈസിലാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റയും അനാലിസിസും മാത്രം അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിങ് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടോപ്പ് റാങ്ക്ഡ് പ്ലാൻസിൽ ഏതാണ് നിങ്ങളുടെ നീഡ്സിന് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് IRDAI സർട്ടിഫൈഡ് അഡ്വൈസേഴ്സിനോട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ റാങ്കിങ് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും ഞങ്ങളുടെ ട്രാൻസ്പെറന്റ് പോളിസി റേറ്റിംഗ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ചാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രെയിംവർക്കിൽ 3 പ്രധാന ഡൈമെൻഷൻസ് ആണ് ഞങ്ങൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫീച്ചർ റേറ്റിംഗ്, അതിന് 45% വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇൻഷുറർ റേറ്റിംഗ്, ഇതിനും 45% വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി പ്രീമിയം റേറ്റിംഗ്, അതിന് 10% വെയിറ്റേജ് ആണ് ഉള്ളത്. ഞങ്ങളുടെ കംപ്ലീറ്റ് മെത്തഡോളജി, സ്കോറിംഗ് ക്രൈറ്റീരിയ, കാൽക്കുലേഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ചെയ്ത് നോക്കാം. ഈ ഫ്രെയിംവർക്ക് യൂസ് ചെയ്താണ് 2026 ഇന്ത്യയിലെ ടോപ്പ് 5 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ലിസ്റ്റിലുള്ള ഓരോ പ്ലാൻസിനും ഡെഡിക്കേറ്റഡ് ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഫീച്ചേഴ്സ്, ആഡ് ഓൺസ്, ഹിഡൻ കണ്ടീഷൻസ്, പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ ഒരു റാങ്കിങ് ഓവർവ്യൂ ആയിട്ട് മാത്രം കരുതിയാൽ മതി. ഒരു സ്പെസിഫിക് പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ഇൻഡിവിജ്വൽ റിവ്യൂ വീഡിയോസ് കൂടി ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് റാങ്കിങ്ങിലേക്ക് പോകാം. 5ാമതായിട്ട് വരുന്നത് SBI ജനറൽ ഇൻഷുറൻസിന്റെ സൂപ്പർ ഹെൽത്ത് പ്ലാറ്റിനം ഇൻഫിനിറ്റ് ആണ്. ഈ പ്ലാനിന് ഓവറോൾ സ്കോർ 5ൽ 4.1 ആണ്. ഓണസ്റ്റ്ലി ഈ പോളിസി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പോളിസിയിൽ തന്നെ എല്ലാം വേണമെന്ന് നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അൺലിമിറ്റഡ് റീഇൻസ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ക്ലെയിം മുതൽ തന്നെ ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ റീഇൻഷുർ ബെനിഫിറ്റ്സ് വഴി ഓരോ ക്ലെയിമിനും ബേസ് സം ഇൻഷുർഡിന്റെ 200% വരെ പേ ഔട്ടും ലഭിക്കും. സീരിയസ് ഇൽനസ് വന്നാൽ ഹെൽത്ത് മൾട്ടിപ്ലയർ ബെനിഫിറ്റ്സ് കവറിന്റെ 3 ഇരട്ടി വരെ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബെനിഫിറ്റ് 37 സ്പെസിഫിക് കണ്ടീഷൻസ് മാത്രമാണ് ആപ്ലിക്കബിൾ. അത് മാത്രമല്ല ഗ്ലോബൽ ട്രീറ്റ്മെന്റ് കവറേജും ഈ പോളിസി നൽകുന്നുണ്ട്. 16 സ്പെസിഫിക് കണ്ടീഷൻസിന് വിദേശത്ത് പോയിട്ട് ട്രീറ്റ്മെന്റും എടുക്കാം. പക്ഷേ ഡയഗ്നോസിസ് ഇന്ത്യയിലാകണമെന്ന് മാത്രം. അത് മാത്രമല്ല എയർ ആംബുലൻസ് എക്സ്പെൻസസ് ആയിട്ട് 10 ലക്ഷം രൂപ വരെ കവറിന് ലഭിക്കും. OPD എക്സ്പെൻസസും കൺസ്യൂമബിൾസും ഡീഫോൾട്ട് ആയിട്ട് ഇൻക്ലൂഡഡ് ആണ്. വെയിറ്റിംഗ് പീരീഡ് ബാക്കിയുള്ള പോളിസികളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് സാധാരണ 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ആണുള്ളത്. പക്ഷേ ഇവിടെ 2 വർഷം കഴിഞ്ഞാൽ കവർ ലഭിക്കും. അത് മാത്രമല്ല സ്പെസിഫിക് ഡിസീസസിന് വെറും 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് മാത്രമാണുള്ളത്. സം ഇൻഷുർഡ് 50 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്ത് 2 കോടി വരെ പോകും. മെറ്റേണിറ്റി കവർ ബിൽഡ് ഇൻ ആയിട്ട് ലഭിക്കും, മാക്സിമം 2 ലക്ഷം രൂപ വരെ. ഹോസ്പിറ്റലൈസേഷൻ 5 ദിവസത്തെ കൂടുതലായാൽ 10,000 രൂപ റിക്കവറി ബെനിഫിറ്റ് ആയിട്ടും ലഭിക്കും. ഇനി വെൽനസ് സൈഡിൽ നോക്കിയാൽ ആഡ് ഓൺ ഫീച്ചേഴ്സ് ആയിട്ട് AI ബേസ്ഡ് ഫിറ്റ്നസ് കോച്ചിങ്, ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷന്റെ കൺസൾട്ടേഷൻസ്, അൺലിമിറ്റഡ് ജിം ആക്സസ്. അത് മാത്രമല്ല ഈവൻ ഇൻഷുർഡ് മെമ്പർ എത്ര സ്റ്റെപ്പ് നടക്കുന്നു എന്നതിനെ അടിസ്ഥാനമായിട്ട് റിന്യൂവൽസിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ലഭിക്കും. പക്ഷെ സൂപ്പർ ഹെൽത്ത് പ്ലാറ്റിനം ഇൻഫിനിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ 1-2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ്, ഗ്ലോബൽ കവറും ഹെൽത്ത് മൾട്ടിപ്ലയറും എല്ലാ ഇൽനെസ്സിനും ആപ്ലിക്കബിൾ അല്ല, ഒരു ലിസ്റ്റഡ് കണ്ടീഷൻസിന് മാത്രമാണ് ഉള്ളത്. രണ്ടാമത്, പ്രീമിയംസ് മറ്റ് പോളിസികളെക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. കാരണം പോളിസി വളരെ ഫീച്ചർ ഹെവിയാണ്. അത് മാത്രമല്ല മിനിമം കവർ തന്നെ 50 ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലിസ്റ്റിൽ 4ാമതായിട്ട് വരുന്നതാണ് നിവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസിന്റെ റീഅഷ്യൂർ 2.0 പ്ലാറ്റിനം പ്ലസ്. ഈ പ്ലാനിന്റെ ഓവറോൾ സ്കോർ 5ൽ 4.3 ആണ്. ഈ പോളിസി മെയിൻലി ലോങ് ടേമിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ കവറേജും കൂടി വരുന്ന രീതിയിലുള്ള ഒരു പോളിസി. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് റീഅഷ്യൂർ പ്ലസ് ബെനിഫിറ്റ്സ്. അൺലിമിറ്റഡ് റീസ്റ്റോർ
റീസ്റ്റോറേഷനും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോളിസി ലൈഫ് ടൈമിലെ ഫസ്റ്റ് ക്ലെയിം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന എല്ലാ ക്ലെയിംസിനും സം ഇൻഷുർഡ് വീണ്ടും ഫുള്ളി റീസ്റ്റോർ ആവും, എത്ര തവണ ക്ലെയിംസ് ചെയ്താലും. ഇനി വരുന്നത് ബൂസ്റ്റർ പ്ലസ് ബെനിഫിറ്റ്സ് ആണ്. അതായത് അൺയൂസ്ഡ് സം ഇൻഷുർഡ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ബേസ് കവറിന്റെ 10 ഇരട്ടി വരെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്ലെയിംസ് ഇല്ലാതെ പോകുന്ന ഓരോ വർഷവും നിങ്ങളുടെ പ്രൊട്ടക്ഷൻ കൂടി വരും. ഇതൊന്നും കൂടാതെ ഈ പോളിസിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഏജ് ലോക്ക്. അതായത് നിങ്ങൾ ഏത് ഏജിലാണോ പോളിസി എടുത്തത് ആദ്യ ക്ലെയിം വരുന്നത് വരെ പ്രീമിയംസ് അതേ ഏജ് സ്ലാബിൽ ലോക്കായിട്ട് തുടരും. തിയററ്റിക്കലി നോക്കിയാൽ ഏജ് കാരണം വരുന്ന പ്രീമിയം ഹൈക്ക് വർഷങ്ങളോളം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെക്കേഡ്സ് വരെ നിങ്ങളുടെ സെയിം പോളിസി പ്രീമിയം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഈ പോളിസിയിൽ സേഫ് ഗാർഡ് ആഡ് ഓൺസും അവൈലബിൾ ആണ്. നോൺ പേയബിൾ ഐറ്റംസ് കവർ ചെയ്യാൻ, ബൂസ്റ്റർ ബെനിഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ, അതല്ല ഇൻഫ്ലേഷനൊപ്പം കവറേജ് ഗ്രോ ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. അത് മാത്രമല്ല ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് 1ാമത്തെ ദിവസം മുതൽ തന്നെ ലഭിക്കും. അൺലിമിറ്റഡ് ഇ കൺസൾട്ടേഷനും ഇൻക്ലൂഡഡ് ആണ്. അത് മാത്രമല്ല ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻസ് പോലെയുള്ള കണ്ടീഷൻസിന്റെ വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്യാൻ റൈഡേഴ്സും അവൈലബിൾ ആണ്. ഡിസീസ് മാനേജ്മെന്റ് ബെനിഫിറ്റ് വഴിയാണ് ഇത് പോസിബിൾ ആവുന്നത്. അതുപോലെ തന്നെ OPD കവറേജ് അക്യൂട്ട് കെയർ ആഡ് ഓൺ വഴിയും ലഭിക്കും. പക്ഷേ നിവ ബൂപ്പ റിയഷോർ 2.0 കൺസിഡർ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ഏജ് ലോക്ക് ഫീച്ചർ ക്ലെയിം വന്നാൽ റീസെറ്റ് ആവും. അത് മാത്രമല്ല മെഡിക്കൽ ഇൻഫ്ലേഷൻ, ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുന്നത് കാരണം അതല്ലെങ്കിൽ ക്ലെയിംസിന്റെ കോസ്റ്റ് കൂടുന്നത് കാരണം ഇൻഷുറർ ഫ്യൂച്ചറിൽ പ്രീമിയംസ് റീപ്രൈസ് ചെയ്യാൻ സാധിക്കും. അത് ഏജ് ലോക്കിന്റെ പുറത്തുള്ളതാണ്. രണ്ടാമത് പോസ്റ്റ് സെയിൽ സർവീസും ക്ലെയിംസ് എക്സ്പീരിയൻസും ടോപ്പ് പ്ലേയേഴ്സിന്റെ ലെവലിൽ വരില്ല. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഇവിടെ ഉള്ളത്, നിവ ബൂപ്പ ഇപ്പോൾ റിയഷോർ 3.0 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഞങ്ങൾ സെപ്പറേറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുതിയ ലോഞ്ചിൽ സാധാരണ കാണുന്നത് പോലെ പ്രൈസ് സ്ട്രക്ചറും ആഡ് ഓൺസും ഇപ്പോഴും ഇവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ റിയഷോർ 2.0 ഇപ്പോഴും കൂടുതൽ സ്റ്റേബിളും വെൽ ടെസ്റ്റഡുമായിട്ടുള്ള ഓപ്ഷനായിട്ട് തുടരുന്നു. കീ ഫീച്ചേഴ്സ് എല്ലാം ഓൾറെഡി ക്ലിയർലി ഡിഫൈൻഡ് ആയ ഒരു പ്രൊഡക്റ്റ്. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും പോളിസികൾ നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ വേണം അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് വേണമെങ്കിൽ IRDA സർട്ടിഫൈഡ് അഡ്വൈസേഴ്സിനോട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് 2 മിനിറ്റിനുള്ളിൽ ഒരു കോൾ ബുക്ക് ചെയ്യാം. ഇനി ലിസ്റ്റിൽ 3ാമത് വരുന്നതാണ് ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആക്റ്റീവ് 1 മാക്സ് എന്ന പോളിസി. ഈ പ്ലാനിന്റെ ഓവറോൾ സ്കോർ 5ൽ 4.4 ആണ്. ഈ പോളിസി നോക്കിയാൽ തന്നെ മനസ്സിലാകും മെയിൻലി യങ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ബയേഴ്സിനെ ടാർഗറ്റ് ചെയ്താണ് ഈ പോളിസി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് സ്ട്രോങ് മെഡിക്കൽ കവറേജ് വേണം, അതോടൊപ്പം തന്നെ വെൽനസ് റിവാർഡ്സും മീനിങ് ഫുൾ ആയിരിക്കണം എന്ന് നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. ഓപ്പറേഷൻ സൈഡിൽ നോക്കിയാലും ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. സ്കെയിലും സ്റ്റെബിലിറ്റിയും ഹെൽത്തി ആണെന്ന് ഡേറ്റ ക്ലിയർലി കാണിക്കുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഇവിടെ റിലേറ്റഡ് ഇൽനെസ്സിനും അൺറിലേറ്റഡ് ഇൽനെസ്സിനും വർക്ക് ചെയ്യും. അതായത് ഒരേ ഇൽനെസ് വീണ്ടും വന്നാലും ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് മാത്രമല്ല എല്ലാ വർഷവും 100% ക്യുമുലേറ്റീവ് ബോണസും ലഭിക്കും. മാക്സിമം 500% വരെ ഇത് പോവാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്ലെയിം ചെയ്താലും ഈ ബോണസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ബോണസ് ഉൾപ്പെടെ ടോട്ടൽ കവർ 3 കോടി രൂപ വരെ നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. പക്ഷേ ഈ പോളിസിയുടെ റിയൽ സ്റ്റാൻഡ് ഔട്ട് ഫീച്ചറാണ് ഹെൽത്ത് റിട്ടേൺസ് പ്രോഗ്രാം. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നതും റിവാർഡ് ചെയ്യുന്ന സംവിധാനമാണിത്. അതായത് റിന്യൂവൽസ് പ്രീമിയം ഡിസ്കൗണ്ട് ഇവിടെ തിയററ്റിക്കലി നിങ്ങൾക്ക് 100% വരെ എടുക്കാൻ പറ്റും. അതുമാത്രമല്ല കവറേജ് സൈഡിൽ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് 90 ദിവസത്തേക്കും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് 180 ദിവസത്തേക്കും കവർ ചെയ്യും. അതുമാത്രമല്ല കൺസ്യൂമബിൾസും ഡീഫോൾട്ട് ആയിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനുള്ള ആഡ് ഓൺസും ഇവിടെ ലഭിക്കും. OPD കവറേജും അവൈലബിൾ ആണ്. പ്രീമിയംസ് ഇവിടെ യങ് ഏജ് ഗ്രൂപ്പുകാർക്ക് അത്യാവശ്യം കോമ്പറ്റീറ്റീവ് പ്രൈസിൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഈ ഇൻഷുറർ റിലേറ്റീവ്ലി ഒരു പുതിയ പ്ലെയർ ആണ്. സർവീസ് എക്സ്പീരിയൻസ് HDFC എർഗോ അതല്ലെങ്കിൽ ബജാജ് പോലെയാണെന്ന് പറയാൻ പറ്റത്തില്ല. കംപ്ലയിൻസും കുറച്ച് കൂടുതലാണ്. ഇനി വെൽനസ് ലിങ്ക്ഡ് ബെനിഫിറ്റ് ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിൽ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യണം. സത്യത്തിൽ പറയുകയാണെങ്കിൽ 100% പ്രീമിയം ഡിസ്കൗണ്ട് അച്ചീവ് ചെയ്യുന്നത് എല്ലാവർക്കും പ്രാക്ടിക്കൽ ആയിരിക്കണമെന്നില്ല. പക്ഷെ റെഗുലർ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ഫോളോ ചെയ്താൽ 10 മുതൽ 50% വരെ സേവ് ചെയ്യാൻ പോസിബിൾ ആണ്. സോ നിങ്ങൾ യങ് ആണെങ്കിൽ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫീച്ചർ റിച്ച് പ്ലാൻസ് റീസണബിൾ പ്രൈസിൽ വേണമെന്ന് നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് 1 മാക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് സ്വീറ്റ് സ്പോട്ടിൽ ഇരിക്കുന്ന ഒരു പോളിസിയാണ്. മോഡേൺ ബെനിഫിറ്റ്സും റിയൽ വെൽനസ് ഇൻസെന്റീവ്സും ലഭിക്കും. ഇനി ലിസ്റ്റിൽ 2ാമതായിട്ട് വരുന്നതാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കെയർ സുപ്രീം. ഈ പ്ലാനിന്റെ ഓവറോൾ സ്കോർ 5ൽ 4.5 ആണ്. ഇത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്ലാനാണ്. വലിയൊരു കവറേജും അഗ്രസീവ് പ്രൈസിംഗും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പോളിസി. ഓപ്പറേഷണൽ സൈഡിൽ നോക്കിയാൽ കെയർ ഹെൽത്ത് ഇൻഷുറർ റിപ്പോർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഓവറോൾ
സോളിഡ് ആണ്, പക്ഷേ സ്പോട്ട്ലെസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പോളിസിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് അൺലിമിറ്റഡ് ഓട്ടോമാറ്റിക് റീചാർജ്. ഓരോ ക്ലെയിംസിന് ശേഷം സം ഇൻഷുർഡ് ഫുൾ ആയിട്ട് റീസ്റ്റോർ ആവും. റിലേറ്റഡ് ഇൽനെസ്സിനും അൺറിലേറ്റഡ് ഇൽനെസ്സിനും ഇത് വർക്ക് ചെയ്യും. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പ്രാക്ടിക്കൽ ക്യാപ്പ് അല്ലെങ്കിൽ ഹിഡൻ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ വലിയ രീതിയിൽ ഈ പോളിസിയിലില്ല. അതിന് മുകളിൽ ക്യുമുലേറ്റീവ് ബോണസ് ഡീഫോൾട്ട് ആയിട്ട് 100% വരെ വളരും. അത് 5 ഇരട്ടി വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഈവൻ അൺലിമിറ്റഡ് അക്യുമുലേഷൻ ഓപ്ഷൻസ് വരെ അവൈലബിൾ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്ലെയിംസ് ചെയ്താലും ബോണസ് കണ്ടിന്യൂ ചെയ്യും. കെയർ സുപ്രീമിന്റെ ക്ലെയിം ഷീൽഡ് പ്ലസ് ആഡ് ഓൺസും ലഭ്യമാണ്. ഇത് 60-ലധികം നോൺ പേയബിൾ കൺസ്യൂമബിൾസ് കവർ ചെയ്യും. കോമ്പറ്റീറ്റേഴ്സിന്റെ പല പ്ലാനുകളെക്കാളും ബ്രോഡർ കവറേജ് സ്കോപ്പാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വെൽനസ് ബെനിഫിറ്റ്സിന്റെ സൈഡിൽ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് അടിസ്ഥാനമാക്കി റിന്യൂവൽസ് ഡിസ്കൗണ്ടിൽ 30% വരെ നിങ്ങൾക്ക് കിട്ടാം. ആഡ് ഓൺസ് എക്കോസിസ്റ്റം ഇവിടെ വളരെ സ്ട്രോങ് ആണ്. അതുമാത്രമല്ല പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന്റെ വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ജിം മെമ്പർഷിപ്പ്, OPD കവറേജ്, എയർ ആംബുലൻസ് സർവീസ് ഇതെല്ലാം ആഡ് ഓൺസ് വഴി ലഭ്യമാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. കെയർ അടുത്തിടെ കെയർ അൾട്ടിമേറ്റ് എന്നൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഇതിന് വലിയ രീതിയിലൊരു മാർക്കറ്റിംഗ് പുഷ് നടക്കുന്നുണ്ട്. പക്ഷെ പുതിയൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പ്രൈസ് സ്ട്രക്ചറും ആഡ് ഓൺസും ഇപ്പോഴും ഇവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ കെയർ സുപ്രീം ഇപ്പോഴും കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡും വെൽ ടെസ്റ്റഡുമായ ഒരു ഓപ്ഷനായിട്ട് തുടരുന്നു. കാരണം ഫീച്ചേഴ്സ് എല്ലാം ഓൾറെഡി ക്ലിയർലി ഡിഫൈൻഡ് ആയ ഒരു മെച്ചൂർ പ്രൊഡക്റ്റ്. ഇനി സർവീസ് ക്വാളിറ്റി ലൊക്കേഷൻ അനുസരിച്ച് വേരി ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കംപ്ലൈന്റ് വോളിയം പ്രീമിയം ഇൻഷുറേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. ആൻഡ് ഫൈനലി ഒന്നാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നതാണ് HDFC ERGO ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒപ്റ്റിമ സെക്യൂർ ആണ്. ഈ പ്ലാനിന് ഓവറോൾ സ്കോർ 5-ൽ 4.6 ആണ്. ഇൻഷുററിന്റെ റിലയബിലിറ്റി, കോംപ്രിഹെൻസീവ് കവറേജ്, ക്ലെയിം സമയത്ത് ജെനുവിൻലി യൂസ്ഫുൾ ആയ ഫീച്ചേഴ്സ്, ഈ 3 കാര്യങ്ങളിലും കൺസിസ്റ്റന്റ്ലി സ്ട്രോങ് പെർഫോമൻസ് കാണിച്ചതുകൊണ്ടാണ് ഒപ്റ്റിമ സെക്യൂർ ടോപ്പ് സ്പോട്ടിൽ എത്തുന്നത്. ഓപ്പറേഷൻ സൈഡിൽ നോക്കിയാലും HDFC ERGO എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അതിന്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒപ്റ്റിമ സെക്യൂറിന്റെ ഫൗണ്ടേഷൻ ആണ് സെക്യൂർ ബെനിഫിറ്റ്സ്. ഇത് ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങളുടെ കവറേജ് ഡബിൾ ആകും. അതായത് 10 ലക്ഷത്തിന്റെ ഒരു കവർ എടുത്താൽ ഓട്ടോമാറ്റിക്കലി 20 ലക്ഷത്തിന്റെ പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി വരുന്നതാണ് പ്ലസ് ബെനിഫിറ്റ്സ്. 2 വർഷത്തിനുള്ളിൽ ബോണസ് വഴി നിങ്ങളുടെ കവറേജ് വീണ്ടും ഡബിൾ ആകും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്ലെയിം ചെയ്താലും ഈ ബോണസ് കണ്ടിന്യൂ ചെയ്യും. പ്രൊട്ടക്ട് ബെനിഫിറ്റ് മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ്. ഹോസ്പിറ്റലിൽ പ്രത്യേകം ചാർജ് ചെയ്യുന്ന കൺസ്യൂമബിൾസ്, അതായത് ഗ്ലൗസ്, മാസ്ക്, സിറിഞ്ച്, ഈവൻ ചില അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വരെ ഈ ബെനിഫിറ്റിൽ കവർ ചെയ്യും. അത് മാത്രമല്ല ഹോം ഹെൽത്ത് കെയർ, ഓർഗൻ ഡോണർ കവറേജ്, ആയുഷ് ട്രീറ്റ്മെന്റ് ഇതെല്ലാം പോളിസിയിൽ ഇൻക്ലൂഡഡ് ആണ്. ആഡ് ഓൺ റൈഡേഴ്സും ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. PED വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ വേരിയൻസ്, ഒപ്റ്റിമ വെൽബീയിങ് വഴി OPD കവറേജ്, പോളിസി ലൈഫ് ടൈമിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണ അൺലിമിറ്റഡ് കവറേജ് ലഭിക്കുന്ന ബെനിഫിറ്റ്സ്, മെറ്റേണിറ്റി കവറേജ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രീമിയംസ് മറ്റു കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങൾ പേ ചെയ്യുന്നത് വെറും ഒരു ബ്രാൻഡ് നെയിമിന് വേണ്ടി മാത്രമല്ല, പ്രൂവൺ റിലയബിലിറ്റിയും ക്ലെയിം സമയത്ത് ജെനുവിൻലി യൂസ്ഫുൾ ആയ ബണ്ടിൽഡ് ബെനിഫിറ്റ്സിനും വേണ്ടിയാണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ ടോപ്പ് 5 ലിസ്റ്റിന് പുറത്തും പല എക്സെപ്ഷണൽ പ്ലാനുകളും ഉണ്ട്. പ്രത്യേകമായിട്ട് പറയാനുള്ളത് മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ സർവ, ICICI ലൊംബാർഡ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ എലവേറ്റ്, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സൂപ്പർ സ്റ്റാർ, അക്കോ ഇൻഷുറൻസിന്റെ പ്ലാറ്റിനം, അതുപോലെ തന്നെ ടാറ്റ AIG ഇൻഷുറൻസിന്റെ മെഡിക്കെയർ സെലക്ട് പ്രീമിയർ പോലെയുള്ള പ്ലാനുകൾ. ഈ എല്ലാ പോളിസികൾക്കും ഡീറ്റെയിൽഡ് ഇൻഡിവിജ്വൽ റിവ്യൂ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ അഡ്വൈസേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഈ വീഡിയോയിൽ കണ്ട ടോപ്പ് 5 പ്ലാനുകളിൽ നിന്നും വ്യത്യസ്തമായ റെക്കമെൻഡേഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ റാങ്കിംഗ് പബ്ലിക്കലി അവൈലബിൾ IRDAI ഡേറ്റ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ തരുമ്പോൾ ഇൻഷുററിൽ നിന്ന് ലഭിക്കുന്ന അഡീഷണൽ ഇൻപുട്സും പ്രാക്ടിക്കൽ ക്ലെയിംസ് ഇൻസൈറ്റ്സ് കൂടി കൺസിഡർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നൊന്നില്ല. ശരിയായ പ്ലാൻ എൻറ്റയർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യത്തിലാണ്. ഇൻഷുറൻസിന്റെ റിലയബിലിറ്റി ആണോ ഇമ്പോർട്ടൻറ്റ്, ഫീച്ചർ റിച്ച് ബെനിഫിറ്റ്സ് ആണോ, അതല്ലെങ്കിൽ വെൽനസ് റിവാർഡ്സ് ആണോ, ഇനി ലോങ് ടേം അഫോർഡബിലിറ്റി ആണോ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, ഇതിനെ ആശ്രയിച്ചാണ് ബെസ്റ്റ് ചോയ്സ് തിരഞ്ഞെടുക്കുന്നത്. ഈ റാങ്കിംഗ് ഒരു സ്ട്രോങ് ഡേറ്റ ഡ്രിവൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. പക്ഷേ ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് പ്രൊഫൈൽ, ബഡ്ജറ്റ്, ഫാമിലി സിറ്റുവേഷൻസ്, റിസ്ക് ടോളറൻസ് ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. യങ്ങും ഹെൽത്തിയും ആയിട്ടുള്ള ആളുകൾക്ക് വെൽനസ് ഇൻ്റഗ്രേഷനും മോഡേൺ ഫീച്ചേഴ്സും ഇഷ്ടമാണെങ്കിൽ ആദിത്യ ബിർള ആക്റ്റീവ് 1 മാക്സ് അല്ലെങ്കിൽ നിവ ബൂപ്പ റിയഷോർ 2.0 ഒരു നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ ഫാമിലിക്ക് പ്രൂവൺ റിലയബിലിറ്റിയും സ്ട്രേറ്റ് ഫോർവേഡ് കോംപ്രിഹെൻസീവ് കവറേജുമാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ HDFC ERGO ഒപ്റ്റിമ സെക്യൂർ ഒരു എക്സെപ്ഷണൽ പോളിസിയാണ്. ഇനി അതല്ല, മാക്സിമം റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്സും കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ്
വാല്യൂയിങ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കെയർ സുപ്രീം ഒരു എക്സലന്റ് വാല്യൂ തരുന്ന ഒരു പോളിസിയാണ്. അതല്ല ഫീച്ചർ ലോഡഡ് പോളിസി വേണം, എല്ലാം ഒരൊറ്റ പ്ലാനിൽ വേണം എന്ന് നോക്കുന്ന ആളുകൾക്ക് SBI പ്ലാറ്റിനം ഇൻഫിനിറ്റ് വളരെ കോംപ്രിഹെൻസീവ് പോളിസിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇനി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഈ പ്ലാനിൽ നിങ്ങളുടെ ഏജ്, ഹെൽത്ത് പ്രൊഫൈൽസ്, ബഡ്ജറ്റ് ഇതെല്ലാം എങ്ങനെ കമ്പയർ ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഞങ്ങളുടെ IRDA സർട്ടിഫൈഡ് അഡ്വൈസേഴ്സിനോട് ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. സെയിൽസ് പ്രഷർ ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ആക്ച്വലി ഏത് ഫീച്ചേഴ്സ് ആണ് മാറ്റർ ചെയ്യുന്നതെന്ന് പേഴ്സണലൈസ്ഡ് അഡ്വൈസ് തരാൻ ഞങ്ങളുടെ അഡ്വൈസേഴ്സിന് സാധിക്കും. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഹാപ്പി ഇൻഷുറൻസ് ഹണ്ടിങ്.